അപ്പോൾ ഈ ഫോർ പ്ലേ ആസ്വാദ്യകരമാക്കാൻ മറ്റ് എലമെന്റ്സ് എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടുവരാം, എന്തൊക്കെ ചെയ്യാം? ഇതിൽ പഞ്ചേന്ദ്രിയങ്ങൾ അത് വരുമ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് എർത്ത് പോലെ തന്നെ വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ പ്ലേയിൽ. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പല സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. വാട്ടർ എലമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക രാമ, എവിടെയൊക്കെ നമുക്ക് ഫോർ പ്ലേ വാട്ടർ എലമെൻറ്റ് ഉള്ളത് ഉണ്ടാവും? ബീച്ച് അല്ലെങ്കിൽ വാട്ടർഫോൾ, ഷവർ, വാട്ടർഫോൾ, ഇത് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ബീച്ചിലിപ്പോൾ രണ്ട് വ്യക്തികൾ ഇങ്ങനെ നടക്കുമ്പോൾ അവർ അത് ഒരു ഫോർ പ്ലേ ലെവലിൽ നടക്കുകയാണെങ്കിൽ കൈയൊക്കെ പിടിച്ച് മുട്ടിയൊരുമി, മേ ബി അരയിലൊക്കെ കെട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത്, ഇപ്പോൾ പല ബീച്ചുകളിലും കാണാം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈവൻ കുട്ടികൾ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവരും ഇങ്ങനെ മുട്ടിയൊരുമി ഇങ്ങനെ നിൽക്കുന്നതും അത്യാവശ്യം ഫോർ പ്ലേകളൊക്കെ കാണാമല്ലോ. എന്തുകൊണ്ടാണ് ബീച്ച് സൈഡിൽ അത്രയും അത് ആസ്വാദ്യകരമാവുന്നത്? ഐ മീൻ വാട്ട് ഈസ് എ സയൻറ്റിഫിക് റീസൺ ബീച്ചിന്? എനിക്ക് തോന്നുന്നത് നമ്മൾ ആസ് ഹ്യൂമൻസ് നമ്മളും വി ആർ മെയ്ഡ് ഓഫ് വാട്ടർ. 74% നമ്മളും വെള്ളമാണ്. കറക്റ്റാണ്. നമ്മുടെ ഉള്ളിൽ വെള്ളമുണ്ട്, ഉണ്ട്. അത് ആക്ച്വലി നമ്മൾ വാട്ടറിലാണ് ആദ്യം ഉണ്ടാവണം. നമ്മൾ യൂട്രസിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ കിടക്കണത്, അതാണ് പുറത്ത് വരണത്. ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ്. നമുക്ക് ശരീരത്തിൽ പറഞ്ഞ പോലെ കുറേ വെള്ളമുണ്ട്. നമ്മുടെ ഈ ഫ്ലൂയിഡ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് വ്യത്യാസം വരും. രക്തോട്ടമാണ് സെക്ഷുവാലിറ്റിയുടെയും അറൗസലിൻ്റെയും മെയിൻ സാധനം. അതും വാട്ടർ റിലേറ്റഡാണ്, എല്ലാം വാട്ടർ റിലേറ്റഡാണ്. ബീച്ചിൽ നമ്മൾ നടക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് ഈ മണൽത്തരി കൂടെ നടക്കുമ്പോൾ ആ ഫീലിംഗ് ഉണ്ട്, എർത്തിങ് ഉണ്ട്, ഗ്രൗണ്ടിങ് ഉണ്ട്. ആ സ്വരം ഭയങ്കര റിലാക്സിങ് ആണ്. ആ കടലിൻ്റെ സ്വരം റിലാക്സിങ്. യൂഷ്വലി അവിടെ കാറ്റുണ്ടാവും, പൊല്യൂഷനും അതും അധികം ഉണ്ടാവില്ല. ഒരു കാംനെസ് കിട്ടും. പിന്നെ പോസിറ്റീവ് അയേൺസ് വെള്ളത്തിൻ്റെ അടുത്ത് കൂടുതലാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തും ബീച്ചിലും കടലിലൊക്കെ ഈ പോസിറ്റീവ് അയോൺസ് കൂടുതല. സോ നമ്മളറിയാതെ തന്നെ കുറേ എലമെൻറ്റ്സ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പബ്ലിക് ഡിസ്പ്ലേ ഇതുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഫീലിംഗ്, പിന്നെ ഇപ്പോൾ ദ ലെവൽ ഓഫ് അഡ്വഞ്ചർ, റിസ്ക്, ഇതൊക്കെ കുറച്ച് അതിനകത്ത് വരുന്നുണ്ടല്ലോ. ആരെങ്കിലും കാണുമോ എന്നുള്ള പേടി. ഇതാണെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ അഫെയർ ആണെങ്കിലും കാണുമോ എന്നുള്ളൊരു പേടിയുടെ ഒരു എലമെൻ്റ് അവിടെ വരുന്നുണ്ട്. സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പലർക്കും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ബീച്ചിൽ നടക്കുന്നു, സെക്സിന് പറ്റാത്തതുകൊണ്ട് ഫോർ പ്ലേയിൽ ഇങ്ങനെ തീർക്കുന്നു എന്നുള്ള ഒരിതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ പലപ്പോഴും നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെറ്റാവും. അപ്പം നനഞ്ഞ ഡ്രസ്സിലൊക്കെ ആയിരിക്കും. നനഞ്ഞ ഡ്രസ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോതെറാപ്പിയുടെ എഫക്റ്റാണ്. അതിപ്പോൾ ഏത് വാട്ടർ എലമെൻ്റ് ആയാലും റിവർ ആയാലും ഇതെല്ലാം ഉണ്ട്. പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ട എങ്ങനെ ഇരിക്കും? നനഞ്ഞ ഡ്രസ്സിൽ തണുത്ത് വരച്ചിരിക്കുന്നതല്ല ഞാൻ ചോദിച്ചത്. വിഷ്വൽ അപ്പീൽ ഉണ്ടാവും. സെക്ഷുവലി ഭയങ്കര അപ്പീൽ. നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈറനൊടുത്ത കഥ പറഞ്ഞ പോലെ ഭയങ്കര സെക്സ് അപ്പീൽ കൂടുതലാണ്. കാരണം ബോഡിയുടെ ഷേപ്പ് കാണാം, അത് ഭയങ്കര റൗസിൽ ഉണ്ടാക്കും. അത് ആണിനായാലും പെണ്ണിനായാലും. പലപ്പോഴും ബീച്ച് സൈഡിൽ നടക്കുമ്പോൾ വേറെ ആൾക്കാരുണ്ടാവും. പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ബിക്കിനിയിലാണ്. ഇപ്പം ഗോവയിലൊക്കെ പോയാൽ ബിക്കിനിയിൽ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ വിഷ്വൽ അറൗസൽ ഉണ്ടാക്കും. വേറെ വ്യക്തികളെ കണ്ടാലും അറൗസൽ ഉണ്ടായാലും നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെയും ആ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യും. വേറെ ബിക്കിനിയിട്ട പെണ്ണുങ്ങൾ കണ്ടാലും ആണുങ്ങളും നോക്കും, പെണ്ണുങ്ങളും നോക്കും. അല്ലെങ്കിൽ വേറെ ഷർട്ടില്ലാത്ത ആണുങ്ങൾ കണ്ടാൽ നല്ല മസ്കുലർ ഫിഗർ സ്ത്രീകളും നോക്കും. അപ്പോൾ അതൊക്കെ എലമെൻ്റ് ഓഫ് അറൗസൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബീച്ച് അടിപൊളി ഇതാണ്. അപ്പോൾ വാട്ടർ എടുത്താൽ അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളെടുത്താൽ. ഇപ്പോൾ റിവർ ആണെങ്കിലോ, റിവർ ആണെങ്കിൽ ഈ പറഞ്ഞ വാട്ടർ എലമെന്റ് വരും, സൗണ്ട് എലമെന്റ് വരും, ഗ്രീനറി വരും. മിക്കവാറും കാട്ടിൻ്റെയും മരങ്ങളുടെ ഇടയിലൊക്കെയാണ് പുഴയെങ്കിൽ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും പല സ്ഥലത്തും. അപ്പോൾ ആ ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെ ഡോപ്പമൈൻ സെറട്ടോണിനൊക്കെ ഉണ്ടാക്കും. പിന്നെ വെറ്റാകുമ്പോൾ പലർക്കും തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ഷോക്കിംഗ് എലമെന്റ് ഉണ്ട് അതിനകത്ത്, ഇങ്ങനെ ഒരു ഇത്. പിന്നെ പല സ്ഥലത്ത് കല്ലും അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ പിടിച്ച് അങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വീഴുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ ദൂരം നടന്നിട്ടായിരിക്കും അവിടെ എത്തുന്നത്. അതിനകത്ത് കുറേ ഇതുകളുണ്ട്. പിന്നെ അവിടെ കിളികളുടെ സ്വരം ഉണ്ടാവും, ചിലപ്പോൾ സൺസെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സൺറൈസ് ഉണ്ടാവും. വാട്ടറിൻ്റെ ഫീല് തന്നെ ഭയങ്കര ഒരു സെൻഷ്വൽ സാധനമാണ് വെള്ളം. പിന്നെ അതിനകത്തും ഡ്രസ്സ് ഇട്ടിറങ്ങിയാലും മുണ്ടെടുത്തിറങ്ങിയാലും ഡ്രസ്സില്ലാണ്ട് എങ്ങനെ ഇറങ്ങിയാലും
വെറ്റാവുമ്പോൾ നല്ല ഭംഗിയാണ്. ഡ്രസ്സ് ഇട്ടിട്ട് വെറ്റാവണമെന്നാണ് ഇൻഫാക്റ്റ് കൂടുതൽ സെൻഷ്വൽ റാദർ ദാൻ ഇല്ലാതെ കാണുന്നത്. അപ്പം നനഞ്ഞ വസ്ത്രം ഒട്ടി കിടക്കുമ്പോൾ അത്. പിന്നെ ഹൈഡ്രോതെറാപ്പി, നമ്മൾ ഈ കുറേ നേരം നനഞ്ഞിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കിന്നിൽ നിന്ന് അകത്തോട്ട് പോകും, വിസറൽ ഓർഗൻസിൽ പോകും. അത് സയൻസാണ്. വിസറൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ, ലിവർ, കിഡ്നി, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ വിസറലാണ്. രക്തോട്ടം കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഇറ്റ്സ് ഹെൽപ്ഫുൾ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയും ഹൈഡ്രോതെറാപ്പി വർക്ക് ചെയ്യും. പിന്നെ റിലാക്സേഷൻ, നമുക്ക് ശരീരത്തിൽ സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ റിലാക്സ് ആകുമ്പോൾ, ഇപ്പോൾ ബീച്ചിലൊക്കെ നടക്കുമ്പോൾ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം നമ്മുടെ കൂടും. അപ്പോൾ പുരുഷന്മാർക്ക് ഏർലി മോർണിംഗ് ഇറക്ഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പാരസിമ്പത്തറ്റിക് സിസ്റ്റം. ആ ഒരു സെയിം റീസൺ ഇവിടെയുണ്ട്. റിലാക്സ് ആകുമ്പോൾ സെക്ഷുവാലിറ്റി ഉണ്ട്, രക്തോട്ടം ഉണ്ടാകുമ്പോൾ സെക്ഷുവാലിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെറിയ എലമെൻ്റ് ഓഫ് അഡ്വഞ്ചർ, റിസ്ക് ഇതെല്ലാം വന്നു. അപ്പം ഫോപ്ലേക്ക് ഭയങ്കര നല്ലതാണ് വാട്ടർ എലമെൻറ്റ്സ്. റിവർ പോലെ തന്നെ വെള്ളച്ചാട്ടം. റൈറ്റ്ലി സെഡ്. വെള്ളച്ചാട്ടം എങ്ങനെയാണ്? വെള്ളച്ചാട്ടം എങ്ങനെയാ? ഐ മീൻ അവിടെ വാട്ടർ സ്പ്ലാഷിംഗ് ഉണ്ടാവും, സൗണ്ട് എഫക്റ്റ് ഉണ്ടാവും, ബ്യൂട്ടി ഉണ്ടാവും, വിഷ്വൽ ഉണ്ട്. വെള്ളം വീണത് നമ്മുടെ സെൻസസിനെ നമ്മൾ അവേക്കൻ ചെയ്യും. അത് തണുത്ത വെള്ളമാണെങ്കിൽ ഭയങ്കരമായിട്ട് അവേക്കൻ ചെയ്യും. ആ ഫീലും ഭയങ്കര ഇതാണ്. പ്ലസ് യൂഷ്വലി വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്ക് കുറേ ബുദ്ധിമുട്ടി കയറിയൊക്കെ പോകണം. അപ്പം ആ ഒരു ജേർണി, ട്രെക്കിങ്ങും ജേർണിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞ എല്ലാ എലമെൻറ്റ്സും ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഫേവററ്റ് പാട്ടുണ്ടായിരുന്നു പണ്ട്. ലേഡിയുടെ പേര് മറന്നുപോയി. ഹിന്ദി, ജാക്കി ഷ്രോഫാണ് വാച്ച് ചെയ്യുന്നത്. ഒരു ലേഡി ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു മുണ്ട കൊടുത്ത് കുളിക്കണ ഇരുതുണ്ടെന്ന്, കോയിൽ കൂക്കെ കൂക്കെ ഗായ എന്ന് വെച്ചാൽ നിന്ദിയാസ് ജാഗി ബഹാർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കോയിൽ കൂക്കെ കൂക്കെ ഗായേ മൽഹായ്. അത് ഭയങ്കര സെൻഷ്വലാണ്. ഈ ജാക്കി ഷ്രോഫ് ഇങ്ങനെ വാച്ച് ചെയ്യണം, ഇവളിങ്ങനെ കുളിക്കണതും ഇതുമൊക്കെ. അപ്പോൾ കുറേ മൂവീസിലുണ്ട്. ഹിന്ദി മൂവീസിലാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരു പഴയ പാട്ടുണ്ടല്ലോ നമ്മുടെ, മറന്നുപോയി, എൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. റെയിൻ ആണെങ്കിൽ ഹിന്ദി സിനിമയിൽ അത് മാത്രമേ ഉള്ളൂ. ആഷിക്കിയിൽ അങ്ങനെ കുറേ മൂവീസിലുണ്ടല്ലോ റെയിനിൽ കുളിച്ചുള്ള. അപ്പം നമുക്ക് തോന്നുന്നു എന്ത് ഇവരെപ്പോഴും റെയിൻ കാണിക്കണമെന്ന്. പക്ഷെ റെയിൻ അത്രയും സെൻഷ്വാലിറ്റി ഉണ്ട്. കാരണം അത് ഡ്രോപ്പ് ആയിട്ടാണ്, ലെവല് ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് വിഷ്വലും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ വാട്ടറിൽ. ഇതൊക്കെ എല്ലായിടത്തും അവൈലബിൾ അല്ലേ? മഴയായാലും പുഴയായാലും ബീച്ചായാലും ഈവൻ സ്വിമ്മിങ് പൂള്, മിക്ക ഫ്ലാറ്റിലൊക്കെ സ്വിമ്മിങ് പൂളുണ്ട്. വെള്ളത്തിൽ പോയി കിടന്നു കഴിഞ്ഞാൽ റിലാക്സ് ആവും, ഫ്രഷ് ആവും. ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെൻ്റ് എല്ലാം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും ബാത്ത്, വീട്ടിലെ ബാത്ത്, അതിനകത്ത് വെള്ളം നിറയ്ക്കാം. അതും ഇല്ലെങ്കിൽ ഈ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാൻ കിട്ടുന്ന പ്ലാസ്റ്റിക് ഉണ്ട്, അതിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഷവറിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. ഷവറിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വന്നു ഒരുമിച്ച് ഷവർ ചെയ്യുകയാണെങ്കിൽ? ഷവറിൽ വെള്ളം വന്നു, വാട്ടറിന്റെ ടെമ്പറേച്ചർ വന്നു. പിന്നെ അതിന് മോഡ്സ് ഉണ്ടെങ്കിൽ പൾസേറ്റിംഗ് മോഡ്, അങ്ങനെ പല മോഡ്സിൽ വെക്കാം. അപ്പൊ രണ്ടാളും കൂടി ഷവറിൽ നിന്നാൽ വേറെ എലമെന്റ്സ് വന്നു. വെള്ളം സേവ് ചെയ്യാം. വിഷ്വൽ, വെള്ളം സേവ് ചെയ്യാനില്ല, കുറെ ചെലവാവുള്ളൂ. വിഷ്വൽ എലമെൻ്റ് അതിനകത്ത് ഭയങ്കരമായിട്ട് വന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോപ്പ് തേച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഫീല്, സോപ്പിടുമ്പോൾ ഭയങ്കര ലാദർ വരുന്ന സോഫ്റ്റ് ഫീല് വരും. പിന്നെ നമുക്ക് കയ്യെത്താത്ത സ്ഥലത്തൊക്കെ ആരെങ്കിലും തേച്ച് കഴുകി പുറമൊക്കെ തേച്ചെന്നാൽ നല്ല ക്ലീൻ ആവും. അതുകൊണ്ട് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷവറിൽ നിന്ന് കുളിപ്പിക്കുന്നതിൻ്റെ സെൻഷ്വാലിറ്റി, ഫോപ്ലേയും ഭയങ്കര ഇതാണ്. ഇത് മിക്ക ആളുകൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പുഴയില്ല, ബീച്ചിൽ ഇതില്ല. അപ്പോൾ ഇത് റെഗുലർ ബേസിസിൽ ഏതൊരു കപ്പിളിനും എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഈ വാട്ടർ എലമെൻറ്റ്സ്. അത് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ മെഷീനറി ആയിപ്പോയി, മെക്കാനിക്കലായി, രസമില്ല, ബോറടിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരിതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ പ്രൈവറ്റ് ആണെങ്കിൽ അവർക്ക് ഈവൺ അതിലും പ്രോഗ്രസ് ചെയ്യാം. ഇപ്പോൾ ഫോപ്ലേയിൽ എല്ലാ എലമെൻ്റും ഉണ്ട്, എൻജോയ്മെൻറ്റ്. അത് ഞാൻ എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യത്തിന് പ്രൈവസി ഉള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ പ്രോഗ്രസ് ചെയ്യാം.
ശരി. അപ്പൊ ഇനി അടുത്ത എലമെന്റിലോട്ട് കിടക്കാം, അതായത് മ്യൂസിക്. ഓക്കെ, സൗണ്ട്, വോയിസ്, റിതം, മ്യൂസിക്, ഇതും നമ്മളുടെ ബേസിൽ ഒരെണ്ണമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെള്ളത്തിലേക്ക് കിടക്കണം യൂട്രസിൽ, അതേപോലെ തന്നെ നമ്മൾ യൂട്രസിൽ കിടക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കേൾക്കുന്നത് നമ്മുടെ അമ്മയുടെ പൾസേഷൻ, ഡബ് 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 ഡബ്. അപ്പം നമ്മൾ ഈ 9 മാസവും ഋതത്തിലാണ് വളരുന്നത്. അത് ഋതത്തിലാണ് ഹാർട്ട് ബീറ്റ് അടിക്കുന്നത്. അപ്പം നമുക്ക് ഉള്ളിൽ ഒരു ഋതം ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പാട്ട് ഇഷ്ടമാവണേ. കാരണം നമ്മൾ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ ടൈം വെൻ വി വർ സേഫ് ആൻഡ് സെക്യൂർ. ആ സമയത്ത് നമ്മൾ സേഫാണ്, നമുക്ക് ഒരു എക്സ്റ്റേണൽ ചാലഞ്ചും ഇല്ലാത്ത സമയമാണ് നമ്മൾ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ. അപ്പം നമ്മുടെ ഇത് ഫീലിംഗ് ഓഫ് സേഫ്റ്റി അതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയിലെ ഒരു സാധനം, നമ്മളൊരു പാർട്ട്ണറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് സേഫ്റ്റി ഫീലിംഗ്, സെക്യൂർ ഫീലിങ്ങിനൊക്കെ നല്ല റോളുണ്ട്. മറ്റേ ആളോട് കൊടുക്കുമ്പോൾ വി ആർ സേഫ്, വി ക്യാൻ ട്രസ്റ്റ് ദറ്റ് പേഴ്സൺ, ഐ മീൻ എ സേഫ് എൻവയൺമെൻറ്റ്, ഞാനൊരു ആ ഒരു സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും മ്യൂസിക് റിലാക്സിങ് ആണ്. ഇപ്പം ചീത്ത മൂടുണ്ടെങ്കിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും, ഡിപ്രഷൻ വരെ മാറും. ആ പാട്ടിൽ തന്നെ താരാട്ടുപാട്ടുകളുണ്ട്. അപ്പോൾ പല കപ്പിളും പലപ്പോഴും ഇപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ജാസ് മ്യൂസിക്, വീട്ടിൽ ടയർഡായിട്ട് വന്നാൽ കുറച്ച് ജാസ് ഇടും, അല്ലെങ്കിൽ ലൗഞ്ച് മ്യൂസിക് ഇടാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റിൽ മാത്രം ഇടാം. അതിപ്പോൾ രാവിലെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്ലൂട്ട് ഇടാം, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഗിറ്റാർ, റൊമാൻറ്റിക് സാക്സഫോൺ, അങ്ങനെ ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമുണ്ട്, ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രം. അതിട്ടിട്ട് 2 പേര് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തന്നെ മൂഡുണ്ടാവും. ബിക്കോസ് നമ്മൾ ആ ലെവലിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഫോപ്ലേയിൽ മാത്രമല്ല, ഈ സെക്സിലേക്ക് പോകുമ്പോഴും ഈ താന്ത്രിക് സെക്സ് മ്യൂസിക്കുകൾ കുറേ ഉണ്ട്. അതിനകത്ത് വേറെ വോയിസും കൂടെ എന്നൊക്കെ ഞാൻ ശരിക്കും പറയുന്നില്ല, ഓരോ വോയിസുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുണ്ട്, ഭയങ്കര സെക്ഷുവലായിട്ടുള്ള വോയിസസ്. അതൊക്കെ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യാനും ഇതിനുമൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മ്യൂസിക് ഈവൺ അതിൻ്റെ കൂടെ ഹം ചെയ്യാം. താരാട്ടുപാട്ട്, ചില കപ്പിൾ ആക്ച്വലി താരാട്ടുപാട്ടിടും ഫോപ്ലേ ഇതായിട്ട്. അതിനും എലമെൻ്റ് ഇങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീലിംഗ് ഓഫ് സേഫ്റ്റി, സെക്യൂരിറ്റി, നമ്മൾ ഗോയിങ് ടു നൊസ്റ്റാൾജിയ, ചൈൽഡ്ഹുഡിലേക്ക് പോവുക, അല്ലെങ്കിൽ പഴയ പാട്ടുകൾ കേൾക്കുക. അപ്പോൾ ഈ മിഡിൽ ഏജ് ഓൾഡ് ഏജ് ആളുകൾക്കില്ലേ, അവരുടെ യങ് ആയിരുന്ന നമ്മൾ മണങ്ങളും സ്വരങ്ങളും പാട്ടുകളും നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ മണമാണെങ്കിൽ മാങ്ങയുടെ പഴുത്ത മണമൊക്കെ നമുക്ക് അമ്മൂമ്മയുടെ വീട് ഓർമ്മ വരും. അതുപോലെ പാട്ടുകളും. ഇപ്പം എനിക്ക് ആഷിക്കിയിലെ പാട്ടുകൾ അങ്ങനെ ആ സമയത്ത് കുറേ നമ്മൾ ടീനേജ് ആയിരുന്നപ്പോൾ കേട്ടിട്ടുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഈ കയാമത്സൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല മൂഡ് വരും. നമ്മൾ 16-17 ഇയേഴ്സിൽ കേട്ട പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ യങ് ആയിരുന്നപ്പോൾ നമ്മുടെ ഫാദറും അവരൊക്കെ വെച്ച പാട്ടുകൾ, അവരുടെ റൊമാൻറ്റിക് ടൈമിൽ അത് കേൾക്കുമ്പം നമ്മളറിയാതെ റിലാക്സായി നമ്മൾ ആ സ്റ്റേജിൽ പോകും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ അതുപോലെ ഇങ്ങനെ ചെയ്യണം. ഇപ്പം പ്രായമായവരാണെങ്കിൽ അവരുടെ ചെറുപ്പത്തിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെയുള്ളൊരു ഇതിലേക്ക് കൊണ്ടുപോകണം. വോയിസ് മോഡുലേഷനും അതുപോലെ തന്നെ. ജനറലി മൂഡ് വരുമ്പോൾ ആൾക്കാരുടെ വോയിസ് അതുപോലെ സോഫ്റ്റ് ആവും. ഇനിയിപ്പോൾ അടുത്ത എലമെൻറ്റ്, അതായത് നമ്മുടെ സെൻസ് ഓഫ് സ്മെൽ അല്ലെങ്കിൽ മണം, അതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് ഫോർപ്ലേയിൽ? നല്ല പെർഫ്യൂം ഒക്കെ അടിച്ചാലും നല്ല പെർഫ്യൂം അടിച്ചാൽ നല്ലതാണ് മിക്കവരുടെ വിചാരം. പക്ഷേ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ആനിമൽസിനും ഉണ്ട് ഫെറോമോൺസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ പെർഫ്യൂം അടിച്ചാൽ അത് മാസ്ക് ആവും. അപ്പോൾ പെർഫ്യൂം നമ്മുടെ സെക്ഷുവാലിറ്റിക്ക് ഭയങ്കര മോശം സാധനം അങ്ങനെ നോക്കിയാൽ. കാരണം നമ്മുടെ ഫെറോമോൺസ് നമ്മുടെ പൊട്ടൻഷ്യൽ മേറ്റ് തിരിച്ചറിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പുരുഷന്മാർ വേർക്കുമ്പോൾ ആ വേർപ്പിലാണ് ഈ ഫെറോമോൺസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഫീമെയിലിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത് പെരീനിയൽ ആ ഏരിയയിലെ ഹൈജീൻ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലീൻലിനെസ് വേണം. പക്ഷെ ജനറലി ഫേസ്, അറൗണ്ട് ദ ഫേസ് അല്ലെങ്കിൽ ആക്സിലറി ഈ ഏരിയയിൽ ഫെറോമോൺസ് സ്ത്രീകൾക്ക് തിരിച്ചറിയാം. ഈവൻ ദൂരെ നിന്ന് പോലും ഒരു വ്യക്തി പോവുകയാണെങ്കിൽ മണം കൊണ്ട് അവർക്ക് അട്രാക്ഷൻ ഐദർ തോന്നാം ഇല്ലെങ്കിൽ അവേർഷൻ തോന്നാം. അപ്പം അത് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്, നമ്മൾ ജനറ്റിക്കലി കോഡഡ് ആണ്. നമുക്ക് ചേരുന്ന ഇഷ്ടമുള്ള വ്യക്തിനെ നമുക്ക് ഫെറോമോൺ വഴി തിരിച്ചറിയാൻ പറ്റും.
അതൊരു ആർട്ടുമാണ്. ഇപ്പൊ കാമസൂത്രയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് എവിടെയൊക്കെ എന്ത് സ്മെല്ല് വേണമെന്ന്. അപ്പൊ തല മുതൽ കാല് വരെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. തലയിൽ ഒരു പ്രത്യേക ഗന്ധം വേണം, കഴുത്തില്, മുഖത്ത്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അത് വലിയ ചാപ്റ്ററാണ്. കാമസൂത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എപ്പിസോഡ് വെക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അത് വിശദമായിട്ട് പറയും.